ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഫെബ്രുവരി 5 ഇലക്ഷനാണ്. ഫെബ്രുവരി 8 അതിന്റെ റിസൾട്ടും വരും. ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ എതിരാളി ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് BJP ഡൽഹിയുടെ ഭരണത്തിന് വെളിയിലാണ്. ഈ ഡൽഹി വളരെ കുഞ്ഞൊരു സ്ഥലമാണ്. 70ഓളം നിയമസഭാ സീറ്റുകൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ തലസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇവിടുത്തെ ഇലക്ഷന്. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളുടെ പ്രഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി വളരെ അഴിമതി വിരുദ്ധ ഇമേജുമായിട്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ്. അഴിമതി വിരുദ്ധതയായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുഖമുദ്രയും. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മനീഷ് സിസോദിയയും ഡൽഹി മദ്യനയ കേസുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയിൽ ജയിലിൽ പോകുന്നതാണ്. പിന്നീട് അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ വളരെ വലിയ സിമ്പിളായിട്ടുള്ള ലൈഫാണ് അദ്ദേഹം നയിക്കുന്നതാണ് തുടക്കത്തിൽ അദ്ദേഹം ആ ഒരു പ്രതീതിയെ പ്രകടിപ്പിച്ചത്. പക്ഷേ 33 കോടി രൂപ മുടക്കി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വന്നു. അത് യാഥാർത്ഥ്യമാണ്. CAGയുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി അഴിമതി വിരുദ്ധ മുഖത്തിന്റെ ഒരു കേട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവർക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് BJP ഒരുപക്ഷെ സഹായിക്കും. BJP അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖം. അതുപോലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പറ്റിയ മുഖം BJPക്ക് ഇല്ല എന്നുള്ളത് അവരുടെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അവർ പരാജയപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്.